ലൂക്കോസിന് സുവിശേഷം 19 അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ. അവൻ യെരിഹോവിലെത്തി. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നുപേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരനിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയ അപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ ഭാവിയായ മനുഷ്യന്റെ കൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവൻ അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് വീടിനെ രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം ശുദ്ധീകരണ പെരുന്നാളിന് ഉള്ള ഒരുക്ക ധ്യാനം എന്ന നിലയിൽ നിന്ന് ശുദ്ധീകരണത്തിന് വേണ്ടി വായിച്ചതാണ്. ഒരു സ്വല്പസമയം ഇരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ സക്കായിയുടെ വീട്ടിൽ രക്ഷ വന്നത് എങ്ങനെയാണ്, സക്കായിയുടെ വീട്ടിലേക്ക് അശുദ്ധി വന്നത് എങ്ങനെയാണ്, സക്കായിയുടെ അശുദ്ധി പോകാൻ യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ വചനങ്ങൾ, യേശുവിന്റെ സാമീപ്യം ഇവ എങ്ങനെ ഉതകി. നാളത്തെ ശുദ്ധീകരണ പെരുന്നാൾ നിങ്ങൾ ഇടവപ്പള്ളിയിൽ പോകുമ്പോൾ അത് നമ്മുടെ വീടിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും ശുദ്ധീകരണത്തിന് മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്നുള്ള തിരുവചന പ്രകാരം ശുദ്ധീകരണത്തിലൂടെ ദൈവത്തെ കാണാനും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണം അന്വർത്ഥമാകുവാനും, നമ്മുടെ ശുദ്ധീകരണം ഏതെല്ലാം തലത്തിൽ ഇനി നടക്കാനുണ്ട്, അശുദ്ധികൾ വരുന്ന വഴി ഏതാണ്, അശുദ്ധികൾ പോകാനുള്ള മാർഗം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുവാൻ ഈ തിരുവചനം വായിക്കുകയായിരുന്നു. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണെങ്കിലും പരിചയമില്ലാത്ത ഒരു കാര്യം അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. അതെന്താണ്? ഈ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ട് കാണാൻ ആഗ്രഹിച്ചു? ഈ സക്കായിക്ക് ഒത്തിരി പണം ഉണ്ടായിരുന്നെങ്കിലും, ഒരു വീടുണ്ടായിരുന്നെങ്കിലും അതൊന്നും തനിക്ക് സ്വസ്ഥത നൽകിയില്ല, അതെനിക്ക് ശാന്തത നൽകിയില്ല. അത് തന്നെ അനിശ്ചിതാവസ്ഥയിലാക്കി സമൂഹത്തിൽ താൻ ഒറ്റപ്പെട്ടവനായി. പണമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആർക്കും അയാളോട് ഇഷ്ടമില്ല, അയാളോട് എല്ലാവർക്കും വൈരാഗ്യമാണ്, പരിഭവമാണ്, അവനെക്കുറിച്ച് പരാതികളാണ്, അവൻ മഹാപാപിയാണെന്നുള്ള ഒരു ധാരണയും. അങ്ങനെ സമൂഹത്തിൽ തള്ളപ്പെട്ടവനായി ഒറ്റപ്പെട്ടവനായി കഴിഞ്ഞതായ സക്കായിക്ക് തന്റെ പണം കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. യേശു അനേകർക്ക് രക്ഷ കൊടുക്കുന്നതായും അനേകരെ ആശ്വസിപ്പിക്കുന്നതായും അനേകരെ സൗഖ്യമാക്കുന്നതായും അനേകർക്ക് ജീവിതം കൊടുക്കുന്നതായും കണ്ടു കഴിഞ്ഞപ്പോൾ സക്കായി വിചാരിച്ച് ഇയാളെന്ന് കണ്ടാൽ വല്ല സ്വസ്ഥതയും കിട്ടുമോ എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി യേശുവിനെ കാണാനായിട്ട് ശ്രമിക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടത്. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ സക്കായി യേശു കാണുന്നതായി നമ്മൾ കാണുന്നു. വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ ആ സക്കായിയുടെ വീട്ടിലേക്ക് കർത്താവ് കയറി ചെല്ലുന്നു. ആ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ, യേശുവിന്റെ സന്ദർശനം കൊണ്ട് തന്നെ ആ വീടിന്റെ അന്തരീക്ഷം മാറി. അനേക തിന്മകൾ, അനേക അശുദ്ധാത്മാക്കൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ വീട്ടിൽ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് ഓടി മാറി. ആ സക്കായി അതുവരെ ആസ്വദിച്ചിട്ടില്ലാത്തൊരു പുതിയ സന്തോഷം, ഒരു പുതിയ ആശ്വാസം, ഒരു പുതിയ സമാധാനം, ഒരു പുതിയ അന്തരീക്ഷം നൽകുക ആ വീട്ടിലുണ്ടായി. അതിന്റെ വില എന്നാണെന്ന് അവന് മനസ്സിലായി. താൻ സമ്പാദിച്ച പണത്തിനേക്കാൾ വിലയുള്ളതാണിത്. ഇതുവരെ സമ്പാദിച്ചതായ പണം കൊണ്ട് കിട്ടാത്തതായ ഒരു പുതിയ അനുഭവം കിട്ടിയിരിക്കുന്നു. ഇനി അത് പോകാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? യേശുവിനെ അപ്രതീക്ഷിതമായ രീതിയിൽ തന്റെ വീട്ടിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ആ യേശു അതിന്റെ സാന്നിധ്യം കൊണ്ടും വചനം കൊണ്ടും സ്നേഹം കൊണ്ടും അവന് കിട്ടിയതായ ആനന്ദം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ ഇതെങ്ങനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവാത്മാവ് അവന് ചില ഉൾക്കാഴ്ചകൾ നൽകുകയാണ്.
വചനവും വചനത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവും നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം തരും. ദൈവാത്മാവ് സക്കായിയോട് പറഞ്ഞു, നിന്റെ സമാധാനം കളഞ്ഞത്, നിന്റെ രക്ഷ കളഞ്ഞത് നീ അന്യായമായി സമ്പാദിച്ച പണമാണ്. അതുകൊണ്ട് ഈ കിട്ടിയ സന്തോഷം നിലനിൽക്കണമെങ്കിൽ അശുദ്ധി വന്ന വഴി അതിനെ തിരിച്ചുവിടണം. വിശുദ്ധി വരുന്ന വഴി തുറക്കുകയും വേണം. വിശുദ്ധിയും രക്ഷയും വരുന്നത് ഈ രക്ഷയിലൂടെയാണ്. അവന്റെ വചനത്തിനും അവന്റെ ആത്മാവിനും നമ്മളെ ശുദ്ധീകരിപ്പാൻ കഴിവുണ്ട് എന്നുള്ളതായ ബോധ്യത്തിൽ കിട്ടിയ സന്തോഷം പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് വർദ്ധിച്ചു വരാൻ വേണ്ടി താൻ തന്നെ ഒരു തീരുമാനമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊടുത്തതാണ് ആ തീരുമാനം. ആ തീരുമാനം രക്ഷാകരമായിരുന്നു. എന്തായിരുന്നു ആ തീരുമാനം? സക്കായി വീട്ടിൽ വന്നിരിക്കുന്ന കർത്താവിനോട് പറഞ്ഞ കാര്യം എന്താണ്? കർത്താവേ, എന്റെ വസ്തുക്കൾ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഈ വസ്തുക്കൾ പകുതി ദരിദ്രർക്ക് കൊടുക്കണമെന്ന് അവന് തന്നെ ബോധ്യമായതാ. അന്യായമായി സമ്പാദിച്ചതായിരുന്നു ആ വസ്തുക്കൾ. ആ വസ്തുക്കളിൽ കൂടെ കയറി ഒന്ന് അശുദ്ധി പോകാൻ വേണ്ടി അതിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അത് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു കാഴ്ചയാണ്. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ദാനിയേലിന് കിട്ടിയതായ ഒരു വെളിപ്പാട് ഇതാ യേശുവിന്റെ സാന്നിധ്യത്തിൽ ആ വീട്ടിൽ വെച്ച് സക്കായിക്ക് ലഭിക്കുന്നു. ദരിദ്രരോട് കരുണ കാണിക്കുന്നതിൽ കൂടെ പാപശാപങ്ങൾ മാറ്റപ്പെടുമെന്നൊരു വാക്യം ഒരു രാജാവിനോട് ദാനിയേൽ പറഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ, സ്വസ്ഥതയില്ലെങ്കിൽ, ഐക്യതയില്ലെങ്കിൽ, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വസ്തുക്കളിൽ കൂടെ വന്നിരിക്കുന്നതിൽ അശുദ്ധികൾ, ശാപദോഷങ്ങൾ കാണും. നമ്മുടെ പൂർവീകരിൽ നിന്ന് കിട്ടിയ വസ്തുവാകാം, വില കൊടുത്ത് വാങ്ങിച്ച വസ്തുവാകാം. ആ വസ്തുക്കളിൽ 4 തരം തിന്മയുടെ ശക്തികൾക്ക് അവകാശമുണ്ടെന്നുള്ള കാര്യം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 വായിക്കുന്നത് അറിയാം. ഈ ഭൂമി ഉണ്ടായ കാലം മുതൽ ആദാം ഹവ്വ ഈ ഭൂമിയെ പിശാചിന് വിറ്റതായതുകൊണ്ട് പിശാചിന് ഈ സകല ഭൂമിയുടെ മേലും ഒരു അവകാശമുണ്ട്. അനേക ഭൂതങ്ങൾ കൈവശപ്പെടുത്തി അനേക പാപങ്ങൾ ചെയ്യിപ്പിച്ചതായ വസ്തുക്കളിൽ പലതരം ഭൂതങ്ങൾക്ക് അവകാശം കാണും. ഈ പിശാചിനും പിശാചിന്റെ സൈന്യങ്ങൾക്കും പലതരത്തിൽ അവകാശമുള്ളതാണ് നമ്മുടെ വസ്തുവകകൾ. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നുവെന്ന് പെന്തിക്കോസ്ത് കഴിഞ്ഞ ഒരു 60 കൊല്ലം കഴിഞ്ഞിട്ടും അപ്പോസ്തലനായ യോഹന്നാൻ ആ കാര്യം കണ്ടെത്തി. 1 യോഹന്നാൻ 5:18, 19, 20 വാക്യങ്ങൾ അത് സൂചിപ്പിച്ചിരിക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. അതുകൊണ്ട് ലോകത്തിലെ സകല വസ്തുക്കളിലും ചില ദോഷങ്ങളുണ്ട്. വസ്തുദോഷം എന്നാണ് അതിന്റെ പേര്. അതിന് നമ്മുടെ മാതാപിതാക്കളുടെ കാലം മുതലുള്ള മനുഷ്യരുടെ പാപവും ശാപങ്ങളും ദുർവിനിയോഗങ്ങളും ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഈ കാര്യങ്ങളെല്ലാം സക്കായിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവാണ് അവനെ ഉൾക്കാഴ്ച നൽകിയത്. നിന്റെ വസ്തു മുഴുവനും ശുദ്ധമല്ല. നീ സമ്പാദിച്ച വസ്തുക്കളിൽ കൂടെ നിന്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന, ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന അനേക അശുദ്ധാത്മാക്കളുണ്ട്. ആ അശുദ്ധാത്മാക്കളാണ് നിന്റെ ഉറക്കം കെടുത്തുന്നത്, സമാധാനം കെടുത്തുന്നത്, സ്വസ്ഥതയില്ലാതാക്കി നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് സ്വസ്ഥത വേണമെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്ന കർത്താവ് ഈ രക്ഷ നിനക്ക് തുടർന്നു തരണമെങ്കിൽ എന്ത് ചെയ്യണം? തുടർന്നു തരണമെങ്കിൽ ഈ അശുദ്ധി വന്ന വഴിയെ അതിലെ തന്നെ അതിനെ തിരിച്ചു വിടണം. അപ്പൊ അതിന് വസ്തുക്കൾ പകുതി ദരിദ്രർക്കും കൊടുത്തേക്കാം. അതൊരു നല്ല തീരുമാനമായിരുന്നു. അപ്പോൾ ദരിദ്രരോട് കരുണ കാണിച്ചാൽ ശാപദോഷങ്ങൾക്ക് വ്യത്യാസം വരും എന്നുള്ളതായ ദാനിയേൽ പ്രവചനത്തിലെ ആ സന്ദേശം ഇവിടെ ഇതാ പ്രയോഗിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ ആ നിയോഗപ്രകാരം അവൻ ഒരു മടിയുമില്ലാതെ തന്റെ വസ്തുക്കളിൽ പകുതി ദരിദ്രർ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ തന്നെ ശുദ്ധീകരണം ആരംഭിച്ചു കഴിഞ്ഞു. അവന്റെ വസ്തുവിനോടുണ്ടായിരുന്ന അറ്റാച്ച്മെന്റ് അങ്ങ് മാറി. നമ്മുടെ വസ്തുവകളോടായുള്ള താല്പര്യം, മമതകളാണ് അശുദ്ധിക്ക് നമുക്കുണ്ടാക്കുന്നത്. അമിതമായ മമത പിശാചിന്റെ ഒളിപ്പിടമാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ അല്ലാതെ എന്തിനെ ആഗ്രഹിച്ചാൽ അതിനോട് ഒരു പിശാചും കൂടെ കാണും. കാരണം സർവ്വലോകം ദുഷ്ടന്റെ അതിനില്ല കടക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം ശുദ്ധമായി ദൈവത്തെ കാണണമെങ്കിൽ പിശാച് കയറി വന്ന വഴികളെല്ലാം അടച്ച്, പിശാച് വന്ന വഴി അവനെ തിരിച്ചുവിട്ട് കർത്താവിന് കയറി വരാൻ വഴി തുറന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിച്ച സക്കായി അവന്റെ ഹൃദയം അങ്ങനെ ശുദ്ധീകരിക്കുകയാണ്. വസ്തുക്കളിൽ കൂടെ വന്നതായ അശുദ്ധികൾ അതിലെ തന്നെ കളയാൻ തീരുമാനിച്ചപ്പോൾ അവന് വലിയ ആശ്വാസമായി. അത് വചനത്തിന്റെ നിവൃത്തിയായിരുന്നു. അതുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ കർത്താവിന് ഇടമുണ്ടായി. ഒന്നാമത്തെ കാര്യം, ശുദ്ധീകരണ പെരുന്നാളിന്റെ തലേ ദിവസം, ഈ ശനിയാഴ്ച ദിവസം
ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് വേറൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമല്ല. നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ഹൃദയത്തെയും അശുദ്ധമാക്കിയ എന്തെല്ലാം വസ്തുവകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് എന്തുമാത്രം ഭൂതം അതിന്റെ കൂടെ കാണും, എന്തുമാത്രം അശുദ്ധാത്മാക്കൾ അതിന്റെ കൂടെ കാണും. നമ്മുടെ ശരീരത്തിന്മേലെ എത്ര അശുദ്ധാത്മാക്കൾക്ക് അവകാശം കാണും. ലഘുവൻ ബാധിച്ചവന്റെ ശരീരത്തിൽ 6000 ഭൂതങ്ങളുണ്ടായിരുന്നു. അതിന് 2000 പന്നിയെ കൊടുത്തതിനെ മാറ്റിവിട്ടപ്പോൾ അതിലേക്ക് പോയി. അവൻ സുബോധം പ്രാപിച്ചു. ദെക്കപ്പോലി നാട് മുഴുവൻ സുവിശേഷം കേൾക്കുവാൻ ഈ പുതിയ ക്രിസ്ത്യാനിക്ക് ഭാഗ്യം ദൈവം കൊടുത്തു. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറി യേശുവിനെ എന്റെ പാദത്തെങ്കിൽ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ അവൻ നമുക്ക് ജോലി തരും. അതുവരെ ജോലിയില്ലാതെ അലറിക്ക് പോയി നടന്ന ഭ്രാന്തനായിരുന്ന ഒരു മനുഷ്യന് നല്ല ഒന്നാന്തര ജോലി കിട്ടി. ദൈവരാജ്യത്തിന്റെ അംബാസഡറായിട്ടാണ് ജോലി കിട്ടിയത്. അവൻ യേശുവിന്റെ കൂടെ പോകാൻ, യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ വളരെ ആഗ്രഹിച്ചു. അത് അവനെ കർത്താവ് സ്വീകരിച്ചതിന് ശേഷം ഞാൻ നിനക്കൊരു ജോലി തരികയാണ്, ഞാൻ നിന്നെ സുഖമാക്കിയതുകൊണ്ട് മനുഷ്യനേക്കാൾ പന്നിക്ക് വില കൊടുക്കുന്ന ഈ നാട്ടുകാർ എന്നെ പുറത്തിറക്കുക. ഇപ്പോൾ നീ ഈ നാട്ടുകാരനാ, നിനക്ക് എന്റെ പണി നിനക്ക് ചെയ്യാൻ സാധിക്കും, ഞാൻ ഇവിടുന്ന് പോവുക, എന്നെ അവർ ഇറക്കാൻ പോവുക. അവരൊരു മനുഷ്യനെ രക്ഷപ്പെട്ടതല്ല, അവർക്ക് 2000 പന്നി പോയതാണ് അവർക്ക് നഷ്ടം. അതുകൊണ്ട് അവരെ ഇനിയും വല്ല ആടും കോഴിയും പന്നിയും പല ജീവികൾ ഇനിയും ചത്തേക്കാവുന്നവർക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കാം, നീ ഈ ദെക്കപ്പോലി നാട്ടിലെല്ലാം പോയി കർത്താവിന്റെ സുവിശേഷം പറയാൻ പറഞ്ഞ് ആ ദെക്കപ്പോലി നാട്ടിലെ ഒത്തിരി സ്ഥലങ്ങളിൽ യേശുവിന്റെ സാക്ഷിയായി അവൻ പോയി എന്നാണ് മർക്കോസിന് ശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. അപ്പൊ ശുദ്ധീകരണം പ്രാപിച്ചാൽ, ഭൂതങ്ങളുടെ അവകാശം തീർന്നാൽ, കർത്താവിനോട് വല്ല അവകാശം ഉണ്ടായാൽ, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തെ കണ്ടാൽ, രക്ഷകനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചാൽ കിട്ടുന്നൊരു ഭയങ്കര സന്തോഷമുണ്ട്. ആ സന്തോഷം അനേകരുമായി പങ്കിടുമ്പോൾ അത് ഇരട്ടിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ ലഘുവൻ ബാധിച്ച മനുഷ്യന്റെ അശുദ്ധി മാറാൻ 2000 പന്നിയിലേക്ക് തന്നെ തിരിച്ചുവിട്ടതുപോലെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ രോഗത്തിന്റെ പുറകിലുള്ളതായ തിന്മയുടെ ശക്തികളെ ഇറക്കി വിടുവാൻ അവന് പോകാൻ എന്തെങ്കിലും ഒരു മാധ്യമം വേണം. ചുമ്മാതെ ഒന്നും പോകുകയില്ല. പന്നിയിൽ കയറിപ്പോയതുപോലെ നിനക്ക് പോലും കൂശിനെയും ശബയും മറ്റു മനുഷ്യരെയും കൊടുത്തിരിക്കുന്നു എന്ന് യെശയ്യാ 43:3 പറഞ്ഞ വചനപ്രകാരം ശുദ്ധീകരണത്തിന് ചെറിയ ചെലവുണ്ട്. അശുദ്ധികൾ പോകാനൊരു വഴി വേണം. അശുദ്ധമുള്ള ഇവിടത്ത് കെട്ടിക്കിടക്കുകയാണ്, അതിനെ ഒരു ചാലിൽ കൂടെ മാത്രമേ ഇറക്കി വിടാൻ ഒക്കുള്ളൂ. ഒരു പമ്പ് വെച്ച് അത് വേണേ പമ്പ് ചെയ്ത് സക്ക് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് വേണേ വിടാൻ സാധിക്കും. ഇതിനൊക്കെ ചില മാധ്യമങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവത്തെ കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന അശുദ്ധികൾ, അതിന്റെ പുറയിൽ അശുദ്ധാത്മാക്കൾ, അതിനെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിവിടണം. അതിനെല്ല പകരമായ ചില കാര്യങ്ങൾ വേണ്ടിവരും. അതിൽ നിന്ന് അനുവദിക്കാനാണ് ഈ കുർബാന എന്നുള്ള ആരും ഓർപ്പിക്കുന്നു. സഖായിക്ക് തന്റെ വസ്തുവിന്റെ പകുതി അവൻ അതിനോടുണ്ടായിരുന്ന താല്പര്യം മാറ്റി അതിനെ അവൻ ഉപേക്ഷിച്ചു. അത് ദരിദ്രർക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിനുശേഷം പിന്നെ അവൻ എടുത്ത തീരുമാനം, വല്ലതും ചതിവായി വാങ്ങിയിട്ടുള്ളത് 4 മടങ്ങ് മടക്കി കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ ചതിവായി വാങ്ങിച്ച കാര്യങ്ങളുടെ ലിസ്റ്റ് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ എഴുതി കാണിച്ചു. നിന്റെ വസ്തു ശരിയല്ല, വസ്തുദോഷം നിനക്കുണ്ട്, ഞാൻ പകുതി കൊടുത്തേക്കാം, ശരി. ഇന്നോടല്ല നീ വാങ്ങിച്ച പണം ശരിയല്ല, അമിതമായി നീ ഞെക്കിപ്പിഴിഞ്ഞ് വാങ്ങിച്ച പണം നിന്റെ കയ്യിലുണ്ട്. അതും അശുദ്ധാത്മാക്കളെ നിന്റെ വീട്ടിലും ഹൃദയത്തിലും കയറ്റിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊടുത്ത ഉൾക്കാഴ്ച കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ 4 മടങ്ങ് കൊടുത്ത് ഫൈൻ അടിച്ചേക്കാം. അവനെ തന്നെ ശിക്ഷിക്കുക. ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവന് കൊടുത്തതായ ആ ബോധ്യം അവനെ ഒരു തീരുമാനമാക്കി, അതൊരു പ്രവൃത്തിയാക്കി, അത് തന്നെത്താൻ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവനെ തന്നെ വിധിച്ചു. വസ്തു പകുതി പോട്ട് അന്യായമായി തന്റെ ബാങ്കിൽ കിടക്കുന്നതും തന്റെ പണസഞ്ചിയിലിരിക്കുന്നതും തന്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ പണം 4 മടങ്ങ് കൊടുത്തങ്ങ് തീർത്തേക്കാം. ഫ്രീ ആയി, ക്ലീനായി, വലിയ സന്തോഷമായി. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞ്, ഇപ്പം നിന്റെ വീട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവൻ അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പൊ ഇന്ന് നമ്മുടെ വീടിന് രക്ഷ വേണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനും ശരീരത്തിനും രക്ഷ വേണമെങ്കിൽ, നമ്മുടെ പ്രാണന് രക്ഷ വേണമെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. അത് വേറെ ആരും പറഞ്ഞിട്ടല്ല. ആ ബോധ്യം നിങ്ങൾക്ക് തന്ന് നിങ്ങൾ കളയേണ്ടത് കളയാമെങ്കിൽ, അശുദ്ധി വന്ന വഴിയെ അതിനെ തിരിച്ചു വിട്ടിട്ട് പകരത്തിലേക്ക് തന്നെ തിരിച്ചുവിടാമെങ്കിൽ വിശുദ്ധരായ യേശുവിനെ കാണാൻ സാധിക്കും. നാളത്തെ ആരാധന, ഇന്നത്തെ ആരാധന തന്നെ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ രുചി അനുഭവിച്ച നല്ലവനാണെന്ന് രുചിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.
അതൊരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കും. വിശ്വാസ പ്രമാണം പുതുക്കുന്നതായ ഈ സമയം പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുള്ളതായ നമ്മുടെ വിശ്വാസം നമ്മൾ ഇവ പുതുക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒന്നുകൂടെ ക്ഷണിച്ചു വരുത്തുകയാണ്. ആ പരിശുദ്ധാത്മാവുള്ളതായ വിശ്വാസം പുതുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പണി നമ്മൾ ചെയ്യും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പണിയാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുക. ആ ബോധത്തിൽ നമ്മൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ നടപ്പിലാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ആശ്വാസപ്രദന്റെ ആശ്വാസം വേണമെങ്കിൽ ആശ്വാസപ്രദൻ പറയുന്ന കാര്യം അനുസരിക്കും. സക്കായിക്ക് രക്ഷ കിട്ടി. അവന്റെ സകല വസ്തുവകളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വലിയ അനുഗ്രഹവും സന്തോഷവും കിട്ടി. ഈ യേശു എനിക്ക് മതിയെന്ന് അവൻ തീരുമാനിച്ചു. നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ഹൃദയം ശുദ്ധമായി. അപ്പൊ 71-ാം സങ്കീർത്തനം അവന്റെ ജീവിതത്തിൽ അന്യർത്ഥമായി. ശുദ്ധ ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നിന്നെയല്ല ഞാനൊന്നും ആഗ്രഹിക്കില്ല പറഞ്ഞ കർത്താവ് കയ്യെ കയറിലും പിടിച്ചു. ആസാഫിന്റെ കയ്യെ കയറി പിടിച്ചു. അവന് അതുവരെ കിട്ടിയിട്ടില്ലാതെ വലിയൊരു സന്തോഷം കിട്ടി. അവനെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ആനയിച്ചു എന്നാണ് 73-ാം സങ്കീർത്തനം. അപ്പൊ ശുദ്ധ ഹൃദയത്തിന്റെ ലക്ഷണം യേശു അല്ലാതെ വേറെ ഒരാഗ്രഹവും ഇല്ലാതാകുക. എല്ലാ ആഗ്രഹങ്ങളും താഴെ വെച്ചിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന മാത്രം എനിക്ക് മതിയെന്ന് പറയുക. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അതിന്റെ തിന്മയുടെ അവകാശം തീർത്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ കൂടെ പിശാച് കയറിയും വരികയും ചെയ്യും. അതുകൊണ്ട് എല്ലാത്തിനോട് യാത്ര എനിക്ക് യേശു മാത്രം മതി. എന്നെ യേശുവിന് വേണ്ടി, യേശു എനിക്ക് വേണ്ടിയും മാറ്റപ്പെട്ടതാണ് പിതാവിന്റെ വലിയ കരുതലാണ്. പിതാവിന്റെ ഒന്നാം സമ്മാനമാണ്, സ്വർഗത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോനെ നമുക്ക് തന്നതാണ്. അതിനാരെയും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നന്ദിയില്ലാത്ത ഹൃദയം ഇരുണ്ടു പോകുമെന്ന് റോമാലേഖനം 1:21 നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാച് മാറാത്തതിന്റെ കാര്യം തന്നെ നമുക്ക് ദൈവത്തെക്കാൾ അധികം മറ്റു പലതിനോട് താല്പര്യമാണ്. അതിനോട് പിശാച് കൊടികുത്തി വാഴുക. അതിനോടെല്ലാം യാത്ര പറഞ്ഞിട്ട് എന്റെ യേശു അല്ലാതെ എനിക്ക് ആരും വേണ്ട. പിശാചിനെ തോൽപ്പിച്ചവൻ യേശു മാത്രമാണ്. ഈ ഭൂമിയിൽ ജനിച്ചിട്ട് യേശു അല്ലാതെ ആരും പാപം ചെയ്യാതെ പാപിയെ വഹിച്ചിട്ടില്ല, പാപിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. അതാണ് യേശുവിന്റെ അവകാശം. ആ യേശുവിന് വേണ്ടി നമ്മളെ വേർതിരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ആരുടേതാണോ അവന്റെ ഇരിക്കട്ടെ. അതാണ് നീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ആരുടെയെങ്കിലും വസ്തുവ നമ്മുടെ ഇരിക്കുന്നെങ്കിൽ അത് അന്യായമാണ്, അനീതിയാണ്. യേശുവിന്റെ വകയായിരിക്കുന്ന യേശു നമ്മളെ കൊടുക്കാഞ്ഞത് തന്നെ മഹാ അന്യായമാണ്. സ്വർഗ്ഗകോടതി കേസ് കിടപ്പുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തതും യേശുവിനെ സ്വീകരിച്ചിട്ട് നമ്മുടേതെല്ലാം അവനെ ഏൽപ്പിക്കാത്തതും നമ്മുടെ ഹൃദയം അവന് ഇടമില്ലാത്തതും എല്ലാം മഹാ അന്യായമാണ്, അനീതിയാണ്. ഉടയക്കാരനെ നമ്മൾ പുറത്താക്കിയിട്ട് വേറെ ആരും അകത്ത് കയറ്റിയിരിക്കുക. ആ അന്യായത്തോടെ യാത്ര പറയാൻ നമ്മൾ യാചിക്കാൻ പോവുക. ഒരു പ്രത്യേക സ്വർഗ്ഗകോടതിയിലേക്ക് ഒരു അപ്പീൽ കൊടുക്കാൻ പോവുക. ഞങ്ങളുടെ പേരുള്ള കേസെല്ലാം മാറ്റി തരണം, ഞങ്ങളുടെ മേലുള്ള തിന്മയുടെ അവകാശം തീരുവാൻ യേശുവിന്റെ രക്തം, യേശുവിന്റെ നാമം, യേശുവിന്റെ ആത്മാവ് ഇവയെല്ലാം ഞങ്ങളെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമാണ്. ശുദ്ധീകരിക്കപ്പെട്ട എന്റെ ഹൃദയത്തിൽ എന്റെ യേശു തന്നെ വാഴണം. അപ്പം ദൈവരാജ്യം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവ്, സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിക്കുമ്പോൾ മനുഷ്യർക്കുള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകും. അപ്പോൾ താഴ്മയ്ക്കുള്ള യഹോഭക്തിക്കുള്ള പ്രതികളുമായ ധനവും മാനവും നമ്മളെ തേടി വരിക. ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കളഞ്ഞാലും നമുക്ക് വേണ്ടത് കർത്താവ് എടുത്തു തരുമ്പോൾ അത് വിശുദ്ധിയുടെ പകർച്ചയ്ക്കുള്ള മുഖാന്തരമായി മാറുകയാണ്. അപ്പോ ശുദ്ധീകരിക്കപ്പെട്ടവർ അവരുടെ ശരീരം, അവരുടെ നിഴൽ, അവരുടെ വസ്തുക്കളിലെല്ലാം അനുഗ്രഹം പകരുന്ന സാധനമായിട്ടങ്ങ് മാറുക. അപ്പോസ്തലന്മാരെല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ ശിഷ്യരായി. അപ്പോൾ യേശു ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ നിഴലടിച്ചാൽ മതി സൗഖ്യം, അവരുടെ വസ്ത്രത്തെ തൊട്ടാൽ മതി സൗഖ്യം, അവരെന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ അതിനകത്ത് അനുഗ്രഹം. ഇങ്ങനെ അവർ പോയടത്തെല്ലാം അനുഗ്രഹം വാരി ഉതറിക്കൊണ്ടങ്ങ് പോയി. അവർ അനേകരെ ദൈവസ്ഥലിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. നമുക്ക് ആരെങ്കിലും ആകർഷിക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണ്? നമ്മുടെ ഉള്ളിലെ യേശുവിന്റെ സ്ഥാനം നമ്മൾ വേറെ ആർക്കോ കൊടുത്തിരിക്കുന്നു. ആ അനീതിയും ആ അശുദ്ധിയും ആ അന്യായവും മാറ്റാമെങ്കിൽ ഇന്ന് നമുക്ക് യേശുവിനെ സ്വീകരിപ്പാനും യേശുവിനെ കൊടുക്കാനും സാധിക്കും. അങ്ങനെ യേശുവിന്റെ തലയോട് ചെയ്യുന്ന ഉടലായ ജന്മസാവലിനുടയാൻ സാധിക്കും എന്നുള്ള ബോധത്തോടെ യാചിക്കാൻ പോവുകയാണ്. പുരോഹിതന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് യേശുവിനെ തരാനോ കാണിച്ചു തരാനോ നിങ്ങളുടെ ഉള്ളിലാക്കാനോ സാധിക്കാതെ പോയ ഞങ്ങളുടെ സാവിധ താല്പര്യങ്ങളോ ഞങ്ങൾ ദുഃഖിക്കുകയാണ്. ദൈവത്തെക്കാൾ അധികം പള്ളിയോടോ വസ്തുക്കളോടോ താല്പര്യമുണ്ടെങ്കിൽ കേസ് തിരിയില്ല. സഭയുടെ കേസ് തീരാത്തതിന്റെ കാര്യം തന്നെ. ദൈവത്തെക്കാൾ അധികം പള്ളിയോടും വസ്തുക്കളോടുള്ള താല്പര്യത്തിന് പള്ളിക്ക് വേണ്ടിയും വസ്തുക്കൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും കേസടിക്കുന്നു. പിശാച് കുടികുത്തി വാഴുന്നു. അതിനോട് എന്ന് വിട പറയുന്നു, എനിക്ക് യേശു മാത്രം മതി എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്താൽ മനസ്സായ പിന്നെ കേസില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വസ്തുവകയുള്ള ഒരു സ്ഥാപനത്തിന്റെ സുപ്പീരിയർ ട്രസ്റ്റി എന്ന നിലയിൽ ഞാനത് ഉപേക്ഷിച്ചിട്ട് എപ്പോഴും നിൽക്കുന്നു.
വേണ്ടിയവരെടുത്തു എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് എനിക്കിത് പറയാൻ സാധിക്കും. ഒരു സൗകര്യമില്ലാതെ ഇവിടെ ഈ ആരാധന നടത്തേണ്ടി വന്നു. നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം വേറെ കിടപ്പുണ്ട്, അത് വേറെ ആർക്കൊക്കെയോ വേണമെന്ന് നിങ്ങൾ എടുത്തു, നിനക്കുള്ളത് എടുത്തു കളയുന്നുണ്ട് മടക്കി ചോദിക്കണ്ട എന്നാ പറഞ്ഞത്. അത് കർത്താവ് പറഞ്ഞത്. നിനക്കുള്ളത് എടുത്തു കളയുന്നുണ്ട് മടക്കി ചോദിക്കണം, വിട്ടുകൊടുത്തേര്, ഞാൻ നിനക്ക് വേറെ തരാം. അത് വിശ്വസിക്കുവാനും ആശ്രയിക്കാനും മനസ്സായാൽ നമുക്ക് കർത്താവിനെ നല്ലവനായി രുചിച്ചറിയാൻ സാധിക്കും, അവനെ അനേകം കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെ കിട്ടുന്നത് മുഴുവൻ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുക. 2-3 അനാഥ മന്ദിരത്തിലേക്ക് ഇവിടെ വരുന്ന ആഹാരവും കാണിക്കാൻ മുഴുവൻ പോകുന്നത് ഈ പെട്ടി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്പാദിക്കാനല്ല, അത് എടുത്ത് അനാഥർക്ക് ആഹാരം കൊടുക്കുക. നിങ്ങളോട് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, 1,00,000 രൂപയെങ്കിലും ഒരു മാസം രോഗികൾക്കും അനാഥർക്കും വേണ്ടി ചെലവഴിച്ചാലേ ഇതിന്റെ പദ്ധതികൾ നടപ്പിലാവുന്നത്. ആരോടും പണം ചോദിക്കാതെ കിട്ടുന്ന മുഴുവൻ തിരിച്ചുവിടുക. അതിന്റെ ഇടയ്ക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് നിങ്ങളോട് സാക്ഷ്യം പറയുകയാണ്. ഇപ്പൊ ഇവിടെ ശുശ്രൂഷക്കാരനെ കാണാത്ത ഒരു രോഗിയെ കൊണ്ട് പോയിരിക്കാം മെഡിക്കൽ കോളേജ്. ആരുമില്ലാത്ത ഒരു പാവപ്പെട്ട ഒരാൾക്ക് വാഹനമില്ല, കൊണ്ടുപോകാൻ ആളില്ല, ഭർത്താവ് ഒരു കുടിയനും ഒരു ഭ്രാന്തനുമാണ്. അപ്പൊ ഒരു വീട്ടുകാരത്തിയെ കൊണ്ട് പോകേണ്ടി വന്നു, അതിന് കൂടെ വേറെ ആളും പോകേണ്ടി വന്നു. പറഞ്ഞതിന്റെ അർത്ഥം ആവശ്യം അറിയുമ്പോൾ ഉള്ളത് മുഴുവൻ അതിനുവേണ്ടി വേർതിരിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യം നടക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഒന്നും സമ്പാദിക്കാനില്ല, ദൈവനാമം മാത്രപ്പെടാനുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വരാൻ സാധിക്കാതെ പോയ പ്രേക്ഷിതരെയും ഇവിടെ വരാൻ സാധിക്കാതെ ആശുപത്രിയിൽ കഴിയുന്നവരെയും അവരെല്ലാം ഓർത്തുകൊണ്ട് അവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കാനുള്ള അവരിലേക്ക് തിരിച്ചുവിടുമ്പോൾ നമ്മുടെ ശുദ്ധീകരണം നടക്കും, അവർക്ക് സൗഖ്യം കിട്ടുന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ യാചിക്കാൻ പോവുകയാണ്. സഹോദരി സഹോദരങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ ഗുരുവാര അംഗീകരിക്കുക എന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. സഭാ കലണ്ടർ അനുസരിച്ച് ഈ വർഷത്തെ അവസാനത്തെ ശനിയാഴ്ചയാണ്. ഇന്നുകൊണ്ട് 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന യേശുവിനെ ഓർക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നതായ സമ്പൂർണ്ണ സുവിശേഷ വേലയുടെ സമാപ്തി ഇന്ന് ഇവിടെ നടക്കുകയാണ്. നാളെ അടുത്ത വർഷത്തെ 1-ാം വാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ശുദ്ധീകരണ പെരുന്നാളാണ്. അപ്പോൾ ഈ കുടിശ്ശിക തീർത്ത് അനുഗ്രഹമാക്കുന്ന ഈ സുദിനത്തിൽ ഈ വിശുദ്ധ കുർബാന സഖായുടെ വീട്ടിലേക്ക് യേശു കയറിയതുപോലെ നിങ്ങളുടെ അകത്തോട്ട് കയറാൻ പോവാം. ഇതാ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിന്റെ ശരീര രക്തങ്ങൾ നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ഉദരത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു രാജാവ് പ്രവേശിച്ചിട്ട് ഈ ഭവനത്തിന്റെ രക്ഷയുണ്ടായെന്ന് പറയണം. ഇത് ഭവന ഉദാശയ്ക്ക് വായിക്കുന്ന വേദഭാഗമാണ്. നമ്മളെല്ലാം വീടുകളിൽ ഒരിക്കലും ഭവന ഉദാശ ചെയ്തതാണ്. അന്ന് ആ പുരോഹിതൻ ഇത് വായിച്ചേച്ച് ഈ ഭവനത്തിന് രക്ഷയുണ്ടായെന്ന് പറഞ്ഞതാണ്. പക്ഷെ രക്ഷയുണ്ടായോ? സഖായി പറഞ്ഞ പോലെ പറഞ്ഞാലേ രക്ഷ വരൂ. എന്താ, അച്ഛൻ പറഞ്ഞേച്ചു പോയി, ആ അച്ഛൻ പൊക്കോളാനും പറഞ്ഞു, അച്ഛന് ഒരു കവറും കൊടുത്തു കാണും. പക്ഷെ രക്ഷയുണ്ടായോ? ഇല്ലെങ്കിൽ എന്റെ കാര്യം സഖായി പറയേണ്ട കാര്യം വീട് ഗൃഹനായകൻ പറയണം. അപ്പൊ വീട് കുദാശ പൂർണ്ണമാകണത് എന്നാ ചെയ്യണം? വീട് കുദാശ എന്തെല്ലാം അന്യായമായി എവിടെ നിന്നെല്ലാം വന്നോ അതിൽ ഞങ്ങൾ വിട്ടേക്കാൻ, ഫൈനടിച്ചേക്കാം, അത് ഞങ്ങൾ തന്നെ ശിക്ഷിച്ചേക്കാന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ പള്ളിയും കുദാശ ചെയ്തല്ലേ. പള്ളി കുദാശയും പൂർണ്ണമാകണമെങ്കിൽ പള്ളിയിൽ നിന്ന് കൊടുക്കേണ്ടത് കൊടുക്കുക, അന്യായമായ വല്ലതും പള്ളിയിലുണ്ടെങ്കിൽ അതും കളയണമെന്നാണ് പറഞ്ഞത്. കാരണം പള്ളിയിൽ വീഴുന്ന കാണിക്കെല്ലാം പരിശുദ്ധമാണോ? അപ്പൊ ആ പള്ളിയിലെ ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റിക്കാരും കൂടെ കൂടിയിരുന്ന് ഇതിനകത്ത് ഇത്ര ശതമാനം അനാഥ മന്ദിരത്തിന്, ഇത്ര ശതമാനം ബലഹീനർക്ക്, ദരിദ്രർക്കെന്ന് പറഞ്ഞ് മാറ്റിയില്ലെങ്കിൽ പള്ളി അശുദ്ധമാവും. അതുകൊണ്ട് പള്ളിയും വീടും കുദാശ ചെയ്യുന്നത് പൂർത്തിയാകണമെങ്കിൽ ദൈവാത്മാവിനോട് യോജിക്കണം. ഇവിടുന്ന് എന്തെല്ലാം ആർക്കെല്ലാം കൊടുത്തു തീർക്കാനുണ്ട്, എന്തെല്ലാം അന്യായമായി ഇവിടെ ഇരിപ്പുണ്ട് എന്ന് ചോദിച്ച് തീർത്തെങ്കിലേ രക്ഷ വരുള്ളൂ. അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിൽ തുടരും. ഇതാ അതുകൊണ്ട് ആ സന്ദേശം ഇവിടെ തന്നിരിക്കുന്നു. ഇത് വേറെ ആരും പറഞ്ഞു ഏൽപ്പിക്കണമല്ല, അവരവരെ പരിശുദ്ധ ആത്മാവിൽ തോന്നി ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ഇന്ന് ഈ ശുദ്ധീകരണ പെരുന്നാളിന്റെ ഒരുക്ക ശുശ്രൂഷയുടെ ഒരുക്ക ധ്യാനത്തിന്റെ സമാപനത്തിൽ വിശുദ്ധ കുർബാന നിങ്ങൾ അനുഭവിക്കുമ്പോൾ സഖായുടെ ഭവനത്തിലേക്ക് വന്ന യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്യാമെങ്കിൽ പോകുമ്പോൾ സമാധാനത്തോടെ പോകാം, രക്ഷ കിട്ടിയെന്നുള്ള അനുഭവം നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായി ഓർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന തരികയാണ്. കർത്താവേ, നിങ്ങളുടെ തിരിച്ചിരിക്കുന്ന തീക്കെട്ടായപ്പോൾ ഞങ്ങളുടെ കടങ്ങളുടെ പരിഹാരത്തിനും പാവമുള്ളതിനുമായ സത്യ വിശ്വാസികൾക്കായിട്ട് ഇപ്പോൾ നൽകപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയാകുന്നതിന്റെ കണ്ണുകളും നന്നായിരിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ ശനിയാഴ്ച ദിവസം എന്ന നിലയിൽ 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന നമ്മുടെ സഭാ ജീവിതത്തിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തിരിച്ചല വീഴുന്നു. നാളെ അടുത്ത ഒരു വർഷക്കാലത്തെ നമ്മുടെ സഭാ ജീവിതത്തിന് തുടക്കം കൊടുക്കുകയും ചെയ്യുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഈ സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ. ഇന്നു മുതൽ അടുത്ത ശനിയാഴ്ച വരെയും അത് തുടരുമെന്നുള്ളതായി ഓർപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഈ നല്ല അവസരത്തിന് നന്ദി പറയാം. പ്രതിഷ്ഠാ പെരുന്നാളിന്റെ
അവർക്കും കൂടിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അടുത്ത പിന്നത്തെ ഞായറാഴ്ച 8-ാം തീയതി പ്രതിഷ്ഠാ പെരുന്നാളാണ്. പ്രതിഷ്ഠാ പെരുന്നാൾ വിജയിക്കണമെങ്കിൽ ശുദ്ധീകരണ പെരുന്നാൾ വിജയിക്കണം. ശുദ്ധീകരിക്കപ്പെട്ടതേ കർത്താവ് പ്രതീക്ഷിച്ചാൽ സ്വീകരിക്കുകയുള്ളൂ. നമുക്ക് എല്ലാ വർഷവും പ്രതിഷ്ഠാ പെരുന്നാൾ നടക്കുന്നുണ്ടെങ്കിലും പ്രതിഷ്ഠാ പെരുന്നാൾ ദൈവസ്വീകാരത്തിന്റെ ദൈവപ്രസാദത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ നമ്മളെ പ്രതീക്ഷിക്കണം. നമ്മുടെ വീടിനെയും നമ്മുടെ പള്ളിയെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ജീവിതത്തെയും കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ കൊടുക്കാമെങ്കിൽ കർത്താവ് എടുക്കും. കർത്താവ് എടുത്താൽ അതിനെ ശുദ്ധീകരിക്കും, അതിനെ ശക്തീകരിക്കും, അതിനെ ബലപ്പെടുത്തും, അതിനെ തന്റെ പദ്ധതിക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുമ്പോൾ മനുഷ്യർക്ക് കൊള്ളാവുന്നവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായ നല്ല ശുശ്രൂഷകൾ നമുക്ക് ലഭിക്കും. കൃപകളും കൃപാവരങ്ങളും ലഭിക്കും. നമ്മളെ കാണുന്നവർ നമ്മുടെ ഒരു ദൈവം ഉണ്ടെന്ന് പറയും. അനേകർ അത് കണ്ട് നമ്മുടെ അടുത്ത് വരും. അവരെ നമുക്ക് കർത്താവിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലത്തെ ശുദ്ധീകരണ പെരുന്നാൾ നിങ്ങളെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ബുധനാഴ്ച ധ്യാനത്തിന് താബോറിലെ ആന്റണി അച്ഛൻ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ താബോർ ആശ്രമത്തിലെ ആന്റണി അച്ഛൻ പത്തനംതിട്ടത്തിന്റെ ഇപ്പോൾ പുതിയൊരു ആശ്രമം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം ഈ ധ്യാനത്തിന് വരുന്നുണ്ട്. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. അങ്ങനെ അത് നല്ലൊരു തുടക്കമിടുവാൻ എല്ലാ ഒന്നാം ബുധനാഴ്ചയും ദൂരെ നിന്നും ഇടയിൽ നിന്നും പ്രസിദ്ധരായ ധ്യാനഗുരുക്കന്മാർ വന്ന് നമുക്ക് ധ്യാനം നടത്തി തരുന്നത് അനുഗ്രഹമായിത്തീരുന്നു. അത് നമുക്ക് അനുഗ്രഹമാണെന്ന് പ്രയോജനപ്പെടുത്തി നന്ദി പറയുന്നു. ഇന്ന് ഈ ശുദ്ധീകരണ പെരുന്നാളിനുള്ള ഒരുക്ക ധ്യാനത്തിന്റെ സമാപനം എന്ന നിലയിൽ പത്രോസിന്റെ ലേഖനം 1-2 ലേഖനങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുന്ന നല്ലതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ശുദ്ധീകരണ പെരുന്നാൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പത്രോസിന്റെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിച്ചുകൊണ്ടാണ്. ശുദ്ധീകരണ പെരുന്നാളും പത്രോസുമായിട്ട് വലിയ ബന്ധമുണ്ട്. പത്രോസ്ലിയായുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ വെളിപ്പാട് ലഭിച്ചപ്പോഴാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി രക്ഷകനായി ക്രിസ്തുവായി തിരിച്ചറിഞ്ഞത്. അതിനെ കർത്താവ് മുക്തമണ്ണം പ്രശംസിക്കുന്നുണ്ട്. ബലിയോനാ ശിമോനെ, നിനക്ക് പിതാവ് തന്ന വെളിപ്പാടനുസരിച്ചാണ് യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞെന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിന്റെ പാറയിലാണ് സഭയുടെ അടിസ്ഥാനം ഇടുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി മാമോദീസായേറ്റി അന്ന് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മുടെ തലതൊട്ടവരുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സഭാപിതാക്കന്മാരുടെ എല്ലാം കൂട്ടായ്മയിൽ നമുക്ക് മാമോദീസ ഏറ്റ ദിവസത്തെ നമ്മുടെ പ്രാണൻ അടിത്തറ കല്ലായിട്ട് ആദ്യം ഇടപെട്ട കല്ലായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ മാമോദീസ ഒരു കല്ലടിയിലാണ്. നമ്മളെ കർത്താവിന്റെ ചലിക്കുന്ന പള്ളികളാക്കാനുള്ള ഒരു വലിയ പള്ളി പണിക്ക്, ഒരു ദൈവത്തിന്റെ ഭവനം പണിക്കുള്ള കല്ലടിയിലാണ് നടന്നിരിക്കുന്നത്. പക്ഷെ ആ കല്ലിനോട് മറ്റു കല്ലുകൾ ചേർന്നിട്ടുണ്ടോ? എല്ലാ ദിവസത്തെയും പ്രാണൻ യേശുവിന് ജീവിക്കുവാനും വളരാനുമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ സഭയുടെ ആ മനുഷ്യാവതാര പ്രക്രിയയ്ക്ക് കർത്താവിന് വേദിയായിത്തീരുന്ന അനുഭവം നമ്മൾ എത്ര ശതമാനമായി? എല്ലാ ദിവസത്തെയും പ്രാണനിൽ യേശുവിന് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ വളരുന്ന ഒരു ദേവാലയമായി തീരുമെന്ന് സക്കറിയ 6:12 എഴുതിയിരിക്കുന്നു. മുളയെന്ന് പേരുള്ള പുരുഷനായ യേശുവിനെ നമ്മൾ പൊട്ടിച്ചുയർത്താൽ ആ മുള വളർന്നു വന്ന് മന്ദിരം പണിയുമെന്നാണ് സക്കറിയ 6:12 പറയുന്നത്. അതൊരു പ്രവചനമാണ്. അപ്പോൾ നമ്മുടെ മാമോദീസയുടെ ദിവസത്തിൽ ഒരു ബഡ്ഡിങ് നടക്കുന്നുണ്ട്. യേശുവിന്റെ മുളയെ ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒട്ടിച്ച മുള വളർന്നു വരുമ്പോൾ ആ മുള തന്നെ ഈ പള്ളി പണിതോളും. ആ മുളയ്ക്ക് വളർന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട്. നമ്മുടെ അവിശ്വാസങ്ങളും നമ്മുടെ അശുദ്ധികളും നമ്മുടെ പിന്മാറ്റങ്ങളും എല്ലാം ഈ പള്ളി പണിക്ക് തടസ്സമാണ്. 100% പണി പൂർത്തീകരിക്കുമ്പോൾ പെന്തിക്കോസ്തിയുടെ അനുഭവം നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുണ്ടാകും. അപ്പോഴാണ് നമുക്ക് അനേകരെ നേടാൻ സാധിക്കുന്നത്. ശുശ്രൂഷ ഉണ്ടാകുന്നപ്പോഴാണ്. അതുവരെ വളർച്ചയാണ്, അതുവരെ പണിയാണ്. അപ്പോൾ നമുക്ക് പെന്തിക്കോസ്തി പെരുന്നാളുകൾ എല്ലാ വർഷവും ഉണ്ടെങ്കിലും നമ്മുടേതാകുന്നില്ല. അതൊരു പഴയ പെരുന്നാള് ഓർത്ത് അത് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രാണൻ മുഴുവൻ യേശുവിലായി, നമ്മുടെ ശുദ്ധീകരണം പൂർത്തിയായി, നമ്മളുടെ പ്രാണൻ മുഴുവൻ യേശുവിന്റെ മാറിലായി. ആ നമ്മുടെ പ്രാണനിൽ യേശുവിന്റെ ശക്തി നിറച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി നമുക്ക് കൃപകളും കൃപാവരങ്ങളും ശക്തിയും ലഭിച്ച് യേശുവിന്റെ സാക്ഷിയാകാൻ സാധിക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ അറ്റങ്ങളോടും സാക്ഷിയാകുന്ന ജോലി നമുക്ക് കിട്ടും. പക്ഷെ അതിനു മുമ്പേ നമ്മൾ സ്വന്തം പെന്തിക്കോസ്തി ഉണ്ടാകണം. വരാൻ പോകുന്ന പെന്തിക്കോസ്തി പെരുന്നാളെങ്കിൽ നമ്മുടേതാകണമെങ്കിൽ ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും ജനന പെരുന്നാളും എല്ലാം നമ്മുടേതായി തീരണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് പത്രോസിന്റെ 1-2 ലേഖനങ്ങൾ. പത്രോസിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ വെളിപ്പാട് കിട്ടിയ ഉടനെ തന്നെ പത്രോസിന് മേൽ പിശാചിനെയല്ലേ അവകാശങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പിശാചിന്റെ വെളിപ്പാടും അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്ക് വെളിപ്പാട് തന്നാൽ അതിന്റെ പുറകെ പിശാചിന് ചില വെളിപ്പാട് തരും.
അത് ദൈവത്തിന്റെ വെളിപ്പാടിനെ തടയുന്നതാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ടി വിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പല ചാനലുള്ളതായ ടി വിയാണ്. ഓരോരുത്തർക്കും താല്പര്യമുള്ള പല ചാനലുകളുണ്ട്. പിള്ളേർക്ക് സീരിയൽ കാണാനോ അല്ലെങ്കിൽ കാർട്ടൂൺ കാണാൻ താല്പര്യമുള്ള അതിന്റെ ചാനൽ ഞെക്കും. വാർത്ത കേൾക്കേണ്ടവര് വേറെ ചാനൽ നമുക്ക്, സുവിശേഷപദം കേൾക്കേണ്ടവർക്ക് വേറെ ചാനലാണ്. ഇങ്ങനെ പല ചാനലുള്ളതാണ് നമ്മുടെ ടി വി. നമ്മുടെ ടി വിയില് ദൈവത്തിന്റെ ചാനലുണ്ട്. ദൈവത്തിന് നമ്മളോട് വല്ലതും സംസാരിക്കേണ്ടപ്പം സ്വർഗത്തിലെ ചാനൽ ഓൺ ചെയ്യും. അപ്പൊ പിശാചിന് അസൂയ വന്നിട്ട് പിശാചിന്റെ ചാനൽ ഓൺ ചെയ്യും. എന്താ, നമ്മളൊക്കെ അറിയുകയില്ല. പഴയ കാലത്തെ റേഡിയോയുടെ കാലത്തും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ സ്റ്റേഷനിലെ പരിപാടി കേട്ടോണ്ടിരിക്കും, നമ്മളറിയാതെ ജമ്പ് ചെയ്ത് വേറെ സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു. നമ്മൾ വാർത്ത കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ശകലം നൂലട വ്യത്യാസം വന്നാൽ വേറെ സ്റ്റേഷനായിരിക്കും. പല കാരണത്താൽ അത് വേറെ സ്റ്റേഷനിലേക്ക് മാറിപ്പോയിട്ട് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറെ വാർത്തയായിരിക്കും പിന്നെ നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ റേഡിയോയുടെ കാര്യത്തിലും ടെലിവിഷന്റെ കാര്യത്തിലും ഇങ്ങനെ നമ്മുടെ ചാനലും സ്റ്റേഷനും ഒക്കെ വളരെ വേഗം മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിച്ചാൽ സൂക്ഷിച്ചോണം, പിശാചായിരിക്കും അടുത്ത ചാനലിൽ വരുന്നത്. എന്താ, അതുകൊണ്ട് എപ്പോഴും ചാനൽ ഏതാണെന്ന് സൂക്ഷിച്ചോണം. ഇത് പത്രോസിലേക്ക് മനസ്സിലായില്ല. ആദ്യത്തെ സ്വർഗത്തിലെ ചാനലായിരുന്നു. ബെറിയോനെ, ശിവോനെ, പൊന്നുവനെ എന്നൊക്കെ പുറത്ത് തട്ടി കർത്താവ് പ്രശംസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് അങ്ങ് പൊങ്ങി. ഇനിയിപ്പം ഞാൻ കർത്താവിന്റെ കയ്യിലായി, സഭ എന്റെ കയ്യിലായി, താക്കോലും എന്റെ കയ്യിലായി, ഇനി ഞാൻ പറയുന്ന വലിയ കാര്യമൊന്നായിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സന്ദേശം പിശാചി കൊടുത്തു. പത്രോസേ, നീ അങ്ങനെ ഈ കുരിശിക്കപ്പെടുന്ന കാര്യമൊന്നും സമ്മതിക്കരുത്. നീ എല്ലാം വിട്ട് കർത്താവിന് പുറകെ ഇറങ്ങി പുറപ്പെട്ടതാ. നിനക്ക് വല്ല കാര്യമൊക്കെ വേണം, നടക്കണ്ടേ? കർത്താവിനെ ഇങ്ങനെയൊക്കെ പറയാം. അതുകൊണ്ട് കുരിശിക്കപ്പെടുന്ന കാര്യം അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞേക്കാം പിശാചൻ പറഞ്ഞു. പത്രോസ് അത് വിളിച്ചെന്ന് പറഞ്ഞു, കർത്താവെ, നീ കുരിശിക്കപ്പെടുമെന്നും വേണ്ട, ഭാര്യയും മക്കളെയും വീടിനെ എല്ലാം കളഞ്ഞേച്ച് ഞങ്ങൾ വന്നതല്ലേ, ഞങ്ങളുടെ കാര്യമൊക്കെ നടന്നു. നീ എത്രയും വേഗം റോമാകണ്ട് തന്നെ തകടം വെച്ചിട്ട് രാജാവാകണം, ഞങ്ങളെ മന്ത്രിയാക്കുകയാണ്, ഞാനായിരിക്കും പ്രധാനമന്ത്രി. അങ്ങനെ മന്ത്രിസഭയിലെ സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാൻ മീൻപിടുത്തം അതുമെല്ലാം കളഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ അങ്ങനെ മരിക്കുന്ന കാര്യം ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് ആരാ, നീ മരിച്ചാൽ പിന്നെ ഞങ്ങളുടെ കാര്യം എങ്ങനെ, ഞങ്ങളെ വഴിയാധാരാക്കാനാണോ? അത് പാടില്ലെന്ന് പറഞ്ഞു. ശാസിച്ചാ പറഞ്ഞത്. ഇപ്പൊ പോകും ഷാജി എന്ന് പറഞ്ഞ് കർത്താവ് ഒരാട്ട് വെച്ചു കൊടുത്തു. അപ്പൊ ഒരേ സമയത്ത് 2 ചാനൽ പത്രോസിനുണ്ടായിരുന്നു. ഏതൊക്കെ ചാനലാ? ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ പിശാചിന്റെ ചാനലുകളുണ്ട്, സ്വർഗത്തിലെ ചാനലുണ്ട്. ഇത് രണ്ടും അങ്ങോട്ട് മാറി കളിക്കുന്ന, എപ്പം വേണേലും മാറി മാറി തൊടാം അല്ലേ? പിള്ളേർക്ക് തൊടാവുന്ന തരത്തിൽ താഴെ ചാനലുണ്ട്. ഏറ്റവും മുകളിലത്തെ ചാനൽ ചിലപ്പോൾ തൊടാനൊക്കെ അതവിടെ കിടക്കും. എന്ന് പറഞ്ഞാൽ പിശാചിനെ തൊടാൻ പറ്റിയ ഒരു ചാനൽ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്, അത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, ഉയർച്ച മുതലായി ഇടിച്ചു തകർത്ത് ഏത് വിചാരത്തെയും ക്രിസ്തുമനുസരിച്ച് പിടിച്ചടക്കിക്കോണം. ഇടയ്ക്കിടയ്ക്ക് ചാനൽ ചെക്ക് ചെയ്ത് ഏത് ചാനലാണെന്നുള്ളത് മാറിപ്പോയോ നോക്കിക്കോണം. എങ്കിലേ നമുക്ക് ഈ തുടങ്ങിയത് അന്ന് വരത്തേക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യം അറിഞ്ഞു. അതുകൊണ്ട് പത്രോസിന്റെ കാര്യമാണ് ഈ കൂദാശയുദ്ധം അല്ലെങ്കിൽ ശുദ്ധീകരണ പെരുന്നാളിന് പിതാക്കന്മാർ എടുത്തു നോക്കാന്നിരിക്കുന്നത്. പത്രോസിന് ശുദ്ധീകരണവും കിട്ടി, അശുദ്ധീകരണവും നടന്നു. സ്വർഗീയ വെളിപ്പാട് കിട്ടിയപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടു. ഉടനെ തന്നെ ചാനൽ മാറിയപ്പോൾ അശുദ്ധനായ പിശാചെന്ന് ഉള്ള വിളിയും കേട്ടു. ദൈവത്തിന്റെ പുത്രാന്ന് വിളി, നല്ല കുഞ്ഞ് എന്നുള്ള പേരും കിട്ടി, പിശാച് എന്നുള്ള പേരും കിട്ടി. ഇത് കിട്ടാൻ ആദ്യം താമസമൊന്നും വേണ്ട. അതുകൊണ്ട് അവസാനം വരെ ഈ തുടങ്ങിയ കർത്താവിന്റെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ, കാരണം ആ വിശ്വാസമാണ് ആവർത്തിച്ചു ചൊല്ലുന്നു. കർത്താവിന്റെ ആരാധന, വചന ശുശ്രൂഷ, ഇതെല്ലാം തുടർന്ന് ചെയ്യുന്നത് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം ലേഖനത്തിൽ 5 അധ്യായം, 2-ാം ലേഖനത്തിൽ 3 അധ്യായം, 8 അധ്യായങ്ങൾ സമയം പോലെ നിങ്ങൾ ഇന്ന് വായിച്ച് പത്രോസിനെ ദൈവം എങ്ങനെയാണ് ശുദ്ധീകരിച്ചത്. പത്രോസ് പിശാചിന്റെ ആത്മാവിൽ കർത്താവിനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം പത്രോസ് കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉയർത്തെഴുന്നേറ്റ് യേശു പുറകെ ചെന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് അവനെ കരയിച്ച് വീണ്ടും വിശ്വാസപ്രമാണം ചൊല്ലിച്ച് ആണ് പത്രോസിനെ പെന്തിക്കൊസ്തിയിൽ 3000 പേരെ നേടുന്നയാളാക്കിയത്. അതുകൊണ്ട് പത്രോസ് നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്ദേശം തരുന്നയാളാണ്. ഒരു കുടുംബജീവിതക്കാരൻ, അമ്മായിയമ്മ ഉണ്ടായിരുന്നയാൾ, ഭാര്യ ഉണ്ടായിരുന്നയാൾ, പിള്ളേരുണ്ടായിരുന്നയാൾ, ജോലി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരാളാണ് സഭയുടെ തലവനായി മാറിയത്. അതുകൊണ്ട് കുടുംബജീവിതക്കാരും ജോലിയില്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ബലഹീനരും ഒക്കെ ആശ്വസിച്ചുള്ളൂ. പത്രോസിനെ ദൈവം ഉയർത്തിയെങ്കിൽ നിങ്ങളെയും ഉയർത്തും. അതുകൊണ്ട് എല്ലാവർക്കും ആശ്വസിക്കാൻ പറ്റിയ സന്ദേശമാണ് പത്രോസ് തരാനുള്ളത്. അതുകൊണ്ട് സമയം പോകാനുള്ള നിർത്തുകയാണ്. 1 പത്രോസ് 1 മുതൽ 2 പത്രോസിന് ഇങ്ങനെ ആ അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ ശുദ്ധീകരണവും വീണ്ടും ജനനവും കൃപകളും കൃപാവരങ്ങളും എങ്ങനെ പത്രോസ് പ്രാപിച്ചു, അങ്ങനെ താൻ ജീവനുള്ള
കല്ലായി കർത്താവിനോട് ചേർക്കപ്പെട്ടു. താൻ അനേകരെ ഈ സഭയുടെ പണിക്ക് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിന് പാഠമാണ്. അതുകൊണ്ട് വീണ്ടും ജനനം, ശുദ്ധീകരണം, ശക്തിയാണ്. അതിന്റെ കഷ്ടപ്പാട് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. വിശ്വാസികൾക്കെല്ലാം കഠിന ശോധനകൾ വരും. അത് വിശ്വാസത്തിന്റെ ശോധനയാണ്. അത് നമ്മളെ പ്രത്യാശയിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവഭവനത്തിലേക്കും വളർത്താനാണെന്നുള്ള പ്രത്യാശയോടെ. അത് നൊടി നേരത്തേക്കേ ഉള്ളതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയും. നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ പിശാച് നമ്മുടെ ചാനൽ മാറ്റി അവന്റെ പക്ഷത്ത് കൊണ്ടുപോകാൻ ഒക്കുമെന്നുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ ഞാൻ വിശ്വാസം യേശുവിൽ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷെ അതിനെ ഓടിച്ച് യേശുവിന്റെ ചാനൽ തന്നെ നിൽക്കാമെങ്കിൽ നൊടി നേരത്തേക്കുള്ള ലഘുസങ്കടം സാരമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയാ പാട്ടുകാരൻ പറഞ്ഞ് കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞാൽ പാടണമെങ്കിൽ ഇത് നമ്മളെ ശുദ്ധിയുള്ള പൊന്നിന്റെ കറ കളഞ്ഞതിനെ ശുദ്ധീകരിച്ച് ശോഭയുള്ളതാക്കാൻ വേണ്ടിയുള്ള അഗ്നിശോധനകളാണെന്ന് വിചാരിച്ച് പരീക്ഷ സഹിച്ചാൽ കൊള്ളാവുന്നവരായ ജന്മസാഫല്യമുടയാം എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനം സമാഹരിക്കുന്നു. അങ്ങനെ ഈ വർഷത്തെ ധ്യാനം ഇതാ സമാഹരിക്കപ്പെടുന്നു. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, 52 ആഴ്ച നീണ്ടു നിൽക്കുന്ന സഭാ ജീവിതത്തിലെ 52ാമത്തെ ആഴ്ചയും ആ 52ാമത്തെ ആഴ്ചയിലെ അവസാനത്തെ ശനിയാഴ്ച ദിവസവും വന്നിരിക്കുന്നു. ഇന്നത്തെ ആരാധനയോടുകൂടെ ഞങ്ങളുടെ ജീവിതം എങ്ങനെ തുടങ്ങി, എവിടെ തുടങ്ങി, എവിടെ അവസാനിക്കണം, അങ്ങനെ ആദ്യവും അവസാനവുമായ അൽഫായും ഒമേഗമായ കർത്താവിൽ തന്നെ ഞങ്ങൾ ആയിത്തീരുവാൻ. ഞങ്ങളുടെ തുടക്കം കർത്താവിലാണ്, അവസാനം അവനിൽ തന്നെയാണ്. ഞങ്ങൾ അവനിൽ മറയേണ്ടവരാണ്. അവന്റെ അസ്ഥിമാംസമായി മാറേണ്ടതാണ്. ആ തലയോട് ചേരേണ്ട ഉടലാണ് നമ്മൾ സംബന്ധിച്ചുകൊണ്ട് ആ കർത്താവിന്റെ മണവറയിൽ ഞങ്ങൾ സന്തോഷിക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് ചേരേണ്ടവരാകുവാൻ, കർത്താവ് പോയ വഴിയൊക്കെ പോകുവാൻ. പത്രോസ് വീണിട്ട് എഴുന്നേറ്റ് വന്നതുപോലെ ഞങ്ങൾ വീണവരാണ്, താണവരാണെങ്കിലും ഞങ്ങളെ ഉയർത്തി കൈപിടിച്ച് നടത്തുന്ന നിന്റെ സ്നേഹപൂർവ്വം നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഈ കൃപായുഗത്തിൽ തന്നെ, ഈ കൃപായുഗം തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സഭയോട് ചേരുവാനും സഭയുടെ ജീവനുള്ള കല്ലുകളായി ചോദിപ്പാനും അങ്ങനെ കർത്താവിനോട് ചേരുന്നവരായ കർത്താവിന്റെ സാക്ഷികളായ ജന്മസാഫല്യം എഴുതാനും സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചെയ്യുവാനായിട്ട് തന്നെ.